നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ആത്മീക കൂട്ടായ്മയാണ്, ഒരു റിലീജിയസ് കൂട്ടായ്മയല്ല, ആത്മീക കൂട്ടായ്മയാണ്. അപ്പോൾ ആത്മീക കൂട്ടായ്മയ്ക്കകത്തുള്ള കോറായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആത്മീക വളർച്ചയാണ്. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുക, കാരണം നിങ്ങൾക്ക് ഇത് അടുത്ത ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് പേര് ചേർന്ന് വരുന്ന സമയത്ത് അവരെ നിങ്ങൾക്ക് നർച്ചർ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടും, ഒപ്പം നിങ്ങളുടെ വളർച്ചയ്ക്ക്. അപ്പോൾ ആത്മീയ കൂട്ടായ്മയുടെ ലക്ഷ്യം പാട്ട്, പ്രാർത്ഥന, അങ്ങനെയുള്ള മറ്റുള്ള രീതിയിൽ റിലീജിയസ് ആക്ടിവിറ്റീസിനകത്ത് കാണുന്നത് പോലെയുള്ള കാര്യങ്ങളിലല്ല പ്രാധാന്യം കൂടുതൽ. വ്യക്തിപരമായ, കൂട്ടായ്മപരമായ, ആത്മീകമായ വളർച്ചയാണ് നമ്മുടെ കൂട്ടായ്മയുടെ കാതലായ ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് വോക്കിൻ നടത്തുന്ന വ്യക്തികളെ അനുവദിക്കാറില്ല. 2 ദിവസം വരും, പിന്നെ 10 ദിവസം വരില്ല, പിന്നെ 2 ദിവസം വരും, പിന്നെ 5 ദിവസം വരത്തില്ല. അങ്ങനെ വോക്കിൻ ചെയ്യുന്ന വ്യക്തികളെ ഞാൻ എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് അനുവദിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കിട്ടില്ല, വളർച്ച ഉണ്ടാകത്തില്ല. നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്ത് വളർച്ചയാണ്? ആത്മീയമായിട്ടുള്ള വളർച്ച. സോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആത്മീക വളർച്ച ഉണ്ടാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധത്തിൽ നിൽക്കാത്തവരെ ഞാൻ കൂട്ടായ്മയ്ക്കകത്ത് അനുവദിക്കാത്തത്. അപ്പോൾ ഒരിക്കലും അതുകൊണ്ട് നമ്മൾ സാധാരണ സൺഡേ മീറ്റിങ്ങിൽ ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ലിങ്കുകൾ കാണാൻ പറ്റും. പല കൂട്ടായ്മകൾ, പല ഓർഗനൈസേഷൻ നടത്തുന്ന ലിങ്കുകൾ കാണാൻ പറ്റും. അവിടേക്ക് ആർക്ക് വേണമെങ്കിലും കയറാം, വോക്കിൻ ചെയ്യാം. അപ്പോൾ അവിടേക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പ്രഭാഷണങ്ങൾ കിട്ടും, പ്രബോധനങ്ങൾ കിട്ടും, സ്റ്റഡി കിട്ടും. നമ്മൾ അങ്ങനെ എന്താ വെക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ വരത്തില്ലേ? നല്ല രീതിയിൽ നമുക്ക് ബൈബിൾ പറയാനറിയാം, നമ്മുടെ കൂടെ ഉള്ളവർക്ക് ബൈബിൾ പറയാനറിയാം, വർഷിപ്പ് ചെയ്യാനറിയാം. അപ്പോൾ ഒരു സൺഡേ ഒരു ഓപ്പൺ മീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ ഇതിനകത്ത് ഇരച്ച് കയറാൻ തുടങ്ങും. എന്തുകൊണ്ട് അങ്ങനെ വെക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ആത്മീക വളർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടാകത്തില്ല. ചുമ്മാ ഒരു പ്രസംഗം, ചുമ്മാ ഒരു പാട്ട്, ചുമ്മാ ഒരു കൂട്ടായ്മ, അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ഡൈനാമിക്കായിട്ട് പ്രയോജനം ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഓർക്കുക, എനിക്കാഗ്രഹം നിങ്ങളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ പണിയിത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി ആത്മീകമായിട്ട് പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുള്ളാണ്. എനിക്കല്ല, അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി. ഇപ്പോൾ ഷാൻജി ഞാൻ ആത്മീയമായിട്ട് പണിയുകയാണെങ്കിൽ ഷാൻജി എന്ന് പറയുന്ന വ്യക്തി നല്ല പെയിനിലൂടെ കടന്നു പോകും. ഇപ്പോൾ സുജിത് പ്രോ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആത്മീകമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട്, നർച്ചർ ചെയ്യാനായിട്ട്, വളർത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സുജിത് ബ്രോയെ ഞാൻ നല്ല രീതിയിൽ തീക്കകത്ത് കൂടെ കൊണ്ടുപോകും, പ്രഷറിൽ കൂടെ കൊണ്ടുപോകും. അപ്പോൾ പെയിൻഫുള്ളാണ് സിറ്റുവേഷൻ. അപ്പോൾ സുജാമയ്ക്കും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സുജാമയിൽ അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല. കാരണം സുജാമ ആത്മീകമായിട്ടുള്ള ഒരു ഡിസൈപ്പിൾഷിപ്പിനകത്തുകൂടെ അങ്ങനെ കണക്റ്റായി അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ സുജാമയായിട്ടൊന്നും പറയാറില്ല. അപ്പോൾ ഒരു ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുമെന്ന് തോന്നുന്ന വ്യക്തികളെ ഞാൻ നല്ല രീതിയിൽ ഷാർപ്പായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ വേദനിക്കും. ഈ കട്ട് ചെയ്യുമ്പോൾ വേദനിക്കുമ്പോഴാണ് പലരും ഇട്ടേച്ച് പോകുന്നത്. കട്ട് ചെയ്യുമ്പോൾ വേദനിച്ചാൽ ഇട്ടേച്ച് പോകുന്നവർ ഒരിക്കലും ആത്മീയമായിട്ട് വളരില്ല. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴോ എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ സോണിയെക്കുറിച്ച്, ബിന്ദുവിനെക്കുറിച്ച്, ഏത് ബിന്ദുവോ, തൊടുപുഴ ബിന്ദു അല്ല, പത്തനംതിട്ട ബിന്ദുവിനെക്കുറിച്ചും സോണിയെക്കുറിച്ചും ഒക്കെ, അങ്ങനെ നമ്മുടെ കൂടെ ബിജു ബ്രദറിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പരാമർശിച്ച കൂട്ടത്തിൽ ഞാനിങ്ങനെ പരാമർശിച്ചിരുന്നു. അവരോടൊപ്പം ദൈവം ഉണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല, സോണിയോടൊപ്പം ദൈവം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഏതർത്ഥത്തിലാണ്? ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിനകത്തുള്ള വളർച്ചയിൽ നഷ്ടങ്ങൾ സഹിച്ച്, വേദനകൾ സഹിച്ച് നിൽക്കാൻ പറ്റാത്തവർ ശരിക്കും ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവരല്ല. പത്രോസിനെ നോക്കിയേ, എന്തെല്ലാം പബ്ലിക്കായിട്ട് കർത്താവ് അവനെ വെട്ടുന്നത്. പബ്ലിക്കലി കർത്താവ് പല പ്രാവശ്യം പത്രോസിനെ വെട്ടുകയാണ്. എന്തിനാ പത്രോസിനെ വെട്ടുന്നത്? അവൻ അതോടുകൂടെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. പക്ഷെ പത്രോസിനൊരു ബാഡ് ക്യാരക്ടറുണ്ട്.
കർത്താവ് പറയുന്നതിനെ ശരിയായുള്ള സെൻസിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ആത്മീക വളർച്ച തന്നിൽ വേണമെന്നുള്ള ആത്മീകമായ ത്വര പത്രോസിൽ കുറവാണ്. പത്രോസ് എപ്പോഴും ഭൗതിക തലത്തിൽ കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാന കാലഘട്ടം വന്നപ്പോൾ കർത്താവ് ഒരു പരിധി വരെയൊക്കെ സഹിച്ചിട്ട് അവസാന കാലഘട്ടം വന്നപ്പോൾ, ഞാൻ ഇനി പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കരട് പിഴകത് വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. തിരുവെഴുത്തുകളിൽ പറയുന്നു, മോശ വഴി പിതാവാം ദൈവം അരുളി ചെയ്തു എന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്, ശ്വാസം മുട്ടിച്ചത്തതിനെ കഴിക്കരുത്. ദൈവം ചില മൃഗങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ മൃഗങ്ങളെ നീ കഴിക്കരുത്. ഉദാഹരണത്തിന് പന്നി, കുളമ്പില്ലാത്ത മൃഗങ്ങളെ നീ കഴിക്കരുത് എന്നൊക്കെ ബൈബിളിനകത്ത് വളരെ വ്യക്തതയോടുകൂടെ നിയമങ്ങളുണ്ട്. പക്ഷേ യേശു കർത്താവ് പത്രോസിന് ആ ഒരു ദർശനത്തിനകത്ത് തുപ്പട്ടിക്കകത്ത് വൃത്തിഹീനമായ കഴിക്കരുത് എന്ന് തിരുവെഴുത്തുകളിൽ പറയുന്ന മൃഗങ്ങളെ കാണിച്ചിട്ട് അറുത്ത് കഴിക്കുക എന്ന് ഒരു കൽപ്പന കൊടുത്തു. ഞാൻ ഈ പറയുന്ന ആശയം ശ്രദ്ധിക്കണം. പഴയ നിയമ തിരുവെഴുത്തുകളിൽ ഉപയോഗിക്കരുത്, കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ജീസസ് ക്രൈസ്റ്റ് പത്രോസിന് ദർശനത്തിലൂടെ കൊടുക്കുവാണ്, നീ ഇത് അറുത്ത് ഭക്ഷിക്ക്. അപ്പോൾ തിരുവെഴുത്തുകൾ വെച്ച് വിചിന്തനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവെഴുത്തുകൾക്ക് വിപരീതമായ ഒരു ഉപദേശം ജീസസ് ക്രൈസ്റ്റ് പത്രോസിനോട് പറയുക. ഓക്കെ, ഇത് നിങ്ങൾ സ്പിരിച്വൽ തലത്തിൽ നിന്ന് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കല്ലുകടി ഉണ്ടാവും. ഓക്കെ, സോ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആത്മീക പുരുഷൻ തന്നെ മോശ വഴി പിതാവാം ദൈവം കൊടുത്ത കൽപ്പനയ്ക്ക് വിരുദ്ധമായി പത്രോസിനോട് സംസാരിക്കുന്നു. അപ്പോൾ പത്രോസിൻ്റെ ആറ്റിറ്റ്യൂഡ്, നോ, ഐ വിൽ നോട്ട് ടേക്ക് ദിസ്, ഞാനിത് കഴിക്കില്ല. കാരണം മോശ വഴി നൽകിയിരിക്കുന്ന ദൈവിക പ്രമാണത്തിനകത്ത് ഇത് കഴിക്കാനുള്ള വ്യവസ്ഥയില്ല, അതുകൊണ്ട് ഞാനിത് കഴിക്കില്ല. അപ്പോൾ കർത്താവ് വീണ്ടും പറയുക, പത്രോസേ, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. സോ ദൈവവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതപ്പെട്ടതല്ല, ദൈവം നേരിട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന റീമയ്ക്കാണ് എപ്പോഴും പ്രാധാന്യം കൂടുതൽ. എഴുതപ്പെട്ടതുമായി താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റീമയ്ക്ക് ഇമ്പോർട്ടൻസ് കുറയും. റീമ തെറ്റാണെന്ന് തോന്നും, റീമ ദുരുപദേശമാണെന്ന് തോന്നും, റീമ തള്ളിക്കളയാനായിട്ട് തോന്നും. അപ്പോൾ എഴുതപ്പെട്ട തിരുവചനങ്ങൾ വെച്ച് പത്രോസ് ഇതിനെ താരതമ്യം ചെയ്ത് പഠിച്ചു. മോശയിലൂടെ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യം എന്താ ജീസസ് ക്രൈസ്റ്റ് എനിക്ക് ദർശനത്തിൽ തരുന്നു, ഞാനത് സ്വീകരിക്കത്തില്ല, തള്ളി. അതോടുകൂടെ പത്രോസിൻ്റെ ആത്മീയ ജീവിതം ക്ലോസ്, തീർന്നു. അപ്പോൾ ഇതേ കാര്യമാണ് ഞാൻ നമ്മുടെ ആത്മീയ കൂട്ടായ്മയ്ക്കകത്തും പറയുന്നത്. പരിശുദ്ധാത്മാവിലൂടെ പിതാവാം ദൈവം ചില ആശയങ്ങൾ, ചില ഉപദേശങ്ങൾ, ചില കാര്യങ്ങൾ വ്യക്തികളോട് പറയാനായിട്ട് പറഞ്ഞ് അത് പറയുമ്പോൾ അതിന് എഴുതപ്പെട്ട തിരുവെഴുത്തുകളുമായി ഒത്തുചേർന്ന് ഇത് തെറ്റാണ്, ബ്രദർ പറയുന്നത് ദുരുപദേശമാണ്, ഇത് ബൈബിൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഭോഷത്വമാണ്, ഇത് പാപമാണ് എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ വളർച്ച അതോടുകൂടെ മുരടിക്കും. ഞാൻ അങ്ങനെയുള്ള വ്യക്തികളങ്ങ് പിന്നെ അവോയ്ഡ് ചെയ്യും. ഞാനങ്ങ് പറയുകയും ചെയ്യും, ഇവരോടൊപ്പം ദൈവമില്ല. അപ്പോൾ എന്തുകൊണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ദൈവാത്മാവിൻ്റെ പ്രേരണ ഉള്ളത് കൊണ്ട് തന്നെയാണ്. എപ്പോഴും ഒരു വ്യക്തിയോട് ആത്മീകമായിട്ടുള്ള ഡിസ്കഷൻ വെക്കുമ്പോൾ ആത്മീക വർധനവ് വരുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാവൂ. അവരെ തരം താഴ്ത്തുന്ന രീതിയിലോ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലോ പരിശുദ്ധാത്മാവ് ആത്മീക ലീഡറിലൂടെ ഇടപെട്ടതിന് ഘടകവിരുദ്ധമായിട്ടുള്ള രീതിയിലോ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കരുത്. അത് വലിയ തെറ്റാണ്. ഇനി അടുത്ത കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാവരുടെയും വളർച്ചയിൽ ഉണ്ടാകുന്ന കാര്യമാണ്, എല്ലാവരുടെയും ആത്മീക വളർച്ചയിൽ ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മിലൂടെ
ഒരു കാര്യം പരിശുദ്ധാത്മാവ് പിതാവാം ദൈവം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു രോഗസൗഖ്യമാകാം, ചിലപ്പോൾ ഒരു മറ്റുള്ളൊരു വ്യക്തിയെ അഫ്ലിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ ആത്മീയമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതാകാം, ഒരു പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് കൊടുക്കുന്നതാകാം. എന്തായാലും നമ്മിലൂടെ നടക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയുടെ ക്രെഡിറ്റ് നമുക്കുള്ളതല്ല. നമ്മെ ഉപയോഗിച്ച് കർത്താവ് നമ്മിലൂടെ ചെയ്യുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും എനിക്കുള്ളതല്ല. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ അല്ലെങ്കിൽ 12 വർഷത്തെയോ ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് ആയിരക്കണക്കിന് വ്യക്തികളെ അഭിഷേകത്തിൽ നിറയ്ക്കാനായിട്ട് എന്നെ കർത്താവ് ഉപയോഗിച്ചു. അതെൻ്റെ കഴിവല്ല. പക്ഷെ അതിനകത്ത് എനിക്ക് പങ്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% എനിക്ക് പങ്കുണ്ട്. കാരണം കർത്താവിനെ ഉപയോഗിക്കാൻ പാകത്തിന് ഒരു മണ്ടനായി, ഒരു മഠയനായി, ഒരു വിഡ്ഢിയായി, ഒരു പൊട്ടനായി ഞാൻ കർത്താവിൻ്റെ മുമ്പ് നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്നെ ചില സ്ഥലങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിച്ചു. പക്ഷെ കർത്താവ് എന്നെ ഉപയോഗിച്ചതാണ്. അപ്പോൾ ആ അഭിഷേകം കൊടുക്കുന്നതും ചില വ്യക്തികളെ ബിൽഡ് ചെയ്യുന്നതും ചില രോഗസൗഖ്യങ്ങൾ നൽകിയതും ചില ആത്മീക ശുശ്രൂഷയ്ക്കൊക്കെ റിസൾട്ട് കിട്ടുന്നതിൻ്റെ റീസൺ ഞാനല്ല. അതിൻ്റെ ക്രെഡിറ്റ് എനിക്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ മനോജൻ എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടണം, എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ ശക്തമായി ശുശ്രൂഷ രംഗത്ത് ശോഭിക്കണം. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കകത്ത് എന്നിലൂടെ കർത്താവ് മനോജ് ബ്രദറിൽ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നു, ഞാൻ സൂപ്പർ ഹീറോ ആയി. നോ, നിങ്ങൾ സീറോ ആയി. ഹീറോ ഈസ് ഓൾവേസ് ദ ലോർഡ്. ഞാൻ സീറോ ആകുമ്പോഴാണ് കർത്താവ് ഹീറോ ആകുന്നത്. ഞാൻ ഹീറോ ആകാൻ തുടങ്ങുമ്പോൾ കർത്താവ് മാറി നിൽക്കും. പതിയെ ഞാൻ സീറോയിലോട്ട് പോകും. സോ എപ്പോഴും ആത്മീക വളർച്ചയ്ക്കകത്ത് നമുക്ക് പ്രൈഡ് കയറാനായിട്ട്, അഹങ്കാരം കയറാനായിട്ട് സാധ്യതയുണ്ട്. അതിനോട് കർത്താവ് വേണ്ടി തുടങ്ങി, എന്നിലൂടെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങി, എന്നിലൂടെ അത്ഭുതങ്ങൾ നടന്നു തുടങ്ങി, രോഗസൗഖ്യം നടന്നു തുടങ്ങി, അങ്ങനെ നടന്നു തുടങ്ങി, ഇങ്ങനെ നടന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ആയി. നോ, എന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പാ നന്ദി. ഇതാണ് ആത്മീയ വളർച്ച. എന്നെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. കർത്താവിൻ്റെ മൈറ്റി തിങ്സിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കർത്താവ് ഉപയോഗിക്കുന്നു. ഞാനല്ല, കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. കർത്താവ് നന്ദി. ഇതാണ് ആത്മീയ വളർച്ച. സോ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ ഞാൻ ഈ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് നിങ്ങൾ വളരരുത് പ്ലീസ്, ആരും. സോ ഞാൻ ചില വ്യക്തികളെ കൊണ്ടുപോകുന്നത് ഈ രീതിയിൽ ഷേപ്പ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. കാരണം കറ കളഞ്ഞ ആത്മീയതയെ എനിക്കിഷ്ടം. എനിക്ക് അവിടെ ഒരു മാനുഷിക തലം വെളിപ്പെടുന്നതോ സെൽഫ് ബൂസ്റ്റിങ്ങോ ഇതൊന്നും എനിക്കിഷ്ടമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, മറ്റുള്ള കൂട്ടായ്മ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളിലോ ഒക്കെ അവരെ കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചു, ഞാൻ പ്രസംഗിച്ചപ്പോൾ സംഭവിച്ചു, ഞാൻ ഇതാ ആത്മീയ കൂട്ടായ്മ മുഴുവൻ ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എൻ്റെ വായിൽ നിന്ന് എന്നെക്കുറിച്ചുള്ളൊരു മഹത്വം എൻ്റെ വായിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അബദ്ധത്തിൽ വീണു പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട് സോറി ചോദിക്കാറുമുണ്ട്. സോ എന്നിലൂടെ കർത്താവ് പ്രവർത്തിച്ചു എന്ന് പറയാൻ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ നെർച്ചർ ചെയ്യുന്ന വ്യക്തികളും അങ്ങനെ തന്നെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം. അങ്ങനെ അല്ലാതെ പറയുന്നവർ ഞാൻ കൊട്ടും, പബ്ലിക്കലി കൊട്ടും, വലിച്ചു തോലുരിക്കും. അതിലിനി സങ്കടപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ എന്നോട് പിണങ്ങിയിരുന്ന പോട്ടെന്ന് വിചാരിക്കും ഞാൻ. സോ ചില വ്യക്തികൾ പോയതിൻ്റെ റീസണാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിൽക്കുന്ന വ്യക്തികൾ പോയാലും പ്രശ്നമില്ലാത്തത് കൊണ്ടുപോകാൻ ഇത് പറയുന്നത്. എൻ്റെ കൂടെ നിന്ന് വളരുമ്പോൾ ആത്മീയമായി തന്നെ വളരണമെന്ന് എനിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റി സിസ്റ്റർ എൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയി ഇരക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കർത്താവെ കടം മാറ്റണമേ, കർത്താവെ അത് മാറ്റണമേ, കർത്താവെ ഇത് തരണേ, കർത്താവെ വിസ തരണേ, കർത്താവെ അങ്ങനെ ചവറ. ഇതിന് വേണ്ടിയിട്ടല്ല ആത്മീയത. ആത്മീയത എന്ന് പറയുന്ന അപ്പൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറുന്നതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. തിരിച്ചല്ല, എൻ്റെ ആവശ്യങ്ങൾ അപ്പനിലൂടെ നിറവേറുന്നതല്ല, അപ്പൻ്റെ ആവശ്യങ്ങൾ എന്നിലൂടെ നിറവേറുന്നതാണ് ആത്മീയ ശുശ്രൂഷ. എനിക്കതാണ് ഇഷ്ടം.
അപ്പോൾ ആരെങ്കിലുമൊക്കെ ഭൗതിക വിഷയങ്ങൾ കൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നോ പറയാറില്ല എങ്കിലും ഞാൻ അവരെ ഡിസ്കറേജ് ചെയ്യും, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പതിയെ 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 അവരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അവരെ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യും. ഫിസിക്കൽ റിലത്തെ ഞാൻ പതുക്കെ പതുക്കെ ഡിസ്കണക്ട് ചെയ്യും. ഓക്കെ, ഞാനത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശ ലക്ഷ്യം അപ്പൻ്റെ രാജ്യഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്, അപ്പൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ് എനിക്ക് വേറെ ഒരു ആഗ്രഹമില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവരും അതേ പാറ്റേണിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിന്നാൽ മതി. അവിടെ എൻ്റെ ഭർത്താവ് ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ കസിൻ സിസ്റ്ററിന് ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ വീട്ടിൽ പോലീസുണ്ട്, പോലീസ് ഇത് റെയ്ഡ് നടത്തും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുന്നവർ ദയവായിട്ട് വേണ്ട, എൻ്റെ കൂടെ വേണ്ട. ഞാൻ ചിലപ്പോൾ അവർ ഇച്ചിരി ഷാർപ്പായിട്ട് പറയും അവരുടെ കൂടെ ദൈവം ഇല്ലെന്നൊക്കെ ചിലപ്പോൾ പറയും. കാരണം എൻ്റെ കൂടെ നിർത്തണം, എൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ശരിക്കും അറ്റാച്ച് ചെയ്ത് നിർത്തുന്നവരെ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്തൊരു പൊഴിഞ്ഞു പോകും. അതിലെനിക്ക് വേദനയുമില്ല. സോ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ആയതുകൊണ്ടാണ്.